ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സാധാരണഗതിയിൽ ഡോക്ടർമാർ ആത്മഹത്യ ചെയ്ത് നമ്മൾ ചർച്ച പോലും ചെയ്യാത്ത കാര്യം. പക്ഷേ ഇപ്പം എനിക്കൊന്ന് ഈ കാലഘട്ടത്തിൽ കുറച്ച് നാളായി അല്ലേ. പക്ഷെ അതിൻ്റെയൊക്കെ മെയിൻ മൂല കാരണം ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് ആണ്. ഈ ഡിപ്രഷൻ്റെ കാരണം ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അവർക്ക് അനുഭവപ്പെടുന്ന ഓരോ പ്രഷർ കാരണമായിരിക്കും. അത് അവർക്ക് താങ്ങിക്കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ സിറ്റുവേഷനിലായിരിക്കും അവർ ഈ ഡിപ്രഷനോട് എത്തുന്നത്. അല്ല, ഒരുപാട് ഇഷ്ടത്തോടു കൂടി തിരഞ്ഞെടുത്തൊരു തൊഴിൽ മേഖല ആയിരിക്കുമല്ലോ അത്. നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ചെറുപ്പം മുതലേ കൊണ്ടുനടക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ടാണ് അധിക കുട്ടികൾ ഡോക്ടറാണെന്ന് കാണുന്നത്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ വരുന്ന അവിടെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടം ആയിക്കോട്ടെ, എൻ്റെ കാലഘട്ടം ആയിക്കോട്ടെ, ഫസിൽക്കാരുടെ കാലഘട്ടം ആയിക്കോട്ടെ, ആ കാലഘട്ടത്തിലെ പിള്ളേരോട് നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് എന്താവണം, അവൻ്റെ വായിൽ ആദ്യം വരാൻ പോകുന്ന ഉത്തരം എന്താ? ഡോക്ടർ തന്നെയല്ലേ, എഞ്ചിനീയർ, വക്കീല്. ഇതേ പറയത്തുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് അവൻ പറയുന്നത്? നമ്മുടെ വീട്ടുകാരുടെ പ്രഷറിന് പുറമെ നമ്മളായിത്തീരുന്നതാണ് ഈ പറയുന്ന പോലെ ഡോക്ടർ എന്നുള്ളത്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ വിഷമം ഉണ്ടാവും. പക്ഷെ വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സമ്മതിക്കാം. നേരത്തെ പറഞ്ഞു വർക്ക് പ്രഷർ ആണ് എന്നുള്ളത്. ഓക്കെ, പക്ഷെ ഇതൊരു ഒരുപാട് കാലമായിട്ടുള്ള ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവില്ലേ? എന്താ പറയുക, കാലഘട്ടം മാറുന്നതനുസരിച്ച് സിസ്റ്റം മാറിയിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഈ താപ്പാനകളിൽ നിന്ന് അതിൻ്റെ താഴത്തുള്ള ആൾക്കാരെ വർക്ക് ജോലി പിടിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ പണ്ട് കാലം ഉണ്ടായിരുന്നത്. അത് അതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ല ഇതും. ഞാൻ വർക്ക് ചെയ്യുമ്പോഴായാലും പോട്ടെ, ഞാൻ പഠിക്കുമ്പോഴായിക്കോട്ടെ, എനിക്ക് വർക്ക് പ്രഷർ ഫീൽ ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ആലോചിച്ചിട്ട് പാണ്ടാരം ഒന്ന് ഇട്ടിട്ട് പൊയ്ക്കൂടെയെന്ന്. ഞാനെന്നല്ല, എൻ്റെ കൂടെ എല്ലാവരും ആലോചിക്കുന്ന കാര്യം തന്നെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഡോക്ടർമാരുടെ മനസ്സിൽ ഇത് ഒരു വട്ടെങ്കിലും വന്നിട്ടുണ്ടോ? എപ്പോഴും രോഗികളെ കാണുന്നു, രക്തം കാണുന്നു, മുറിവ് കാണുന്നു. അപ്പോൾ ഇത് നിങ്ങളിൽ വിഷാദം ഉണ്ടാക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എനിക്കിത് സർവ്വസാധാരണ. ഞാൻ എല്ലാ ദിവസവും ചിലപ്പം രക്തവും കാണും, മരണവും കാണും. ഈ മരിക്കുന്ന ആളെ ചിലപ്പോൾ ഞാൻ വെന്റിലേറ്ററിലാക്കി ആളെ തിരിച്ചു വരെ കൊണ്ടുവരും. നിങ്ങൾ സ്ഥിരം ഇത് കാണുന്നു എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾ ഒരിക്കലുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ച ആളാണ് ഡോക്ടർ ആവണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡയറക്ടർ തരുമൂർത്തി മൂപ്പറുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. അതായത് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യം ഞാൻ ചെയ്യാം. അപ്പോൾ ഈ ഡോക്ടർമാരുടെ സൂയിസൈഡൽ ടെൻഡൻസി ഈ പറഞ്ഞ വിഷയത്തെ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? അതായത് ഇപ്പം ഫാസിൽക്ക പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചെയ്യുകയാണ്, അതെനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്തതിന് അത് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് അതിനകത്ത്. പക്ഷെ അതേ സമയത്ത് ഫാസിൽക്ക എന്നോട് ഒരു കാര്യം പറയുന്നു, അപ്പോൾ എനിക്കാണത് ഒട്ടും താല്പര്യമില്ല, പക്ഷെ ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനായി മാറുന്നു. ഓക്കെ, അവിടെ പ്രഷറാണ്. അത് 1 വട്ടം ചെയ്യും, 2 വട്ടം ചെയ്യും, 3 വട്ടം ചെയ്യും, 4 വട്ടം ചെയ്യും, 5-ാം വട്ടം പ്രഷർ കയറും. അത് ഈ പറയുന്ന പോലെ അവസാനം ഇവിടെ ചെന്നെത്താൻ ചാൻസ് കൂടുതൽ.